ഹരേ കൃഷ്ണ. നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. ശുഭദിനം. എല്ലാവരും ഇന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ റീഡിംഗിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് എപ്പോഴും ഞാൻ കരുതും ഇൻട്രോ ഏറ്റവും കുറച്ച് പറയണം. പക്ഷെ ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി തരണം എന്നുണ്ടെങ്കിൽ ഇൻട്രോ പറഞ്ഞ് കുറച്ച് ലെങ്തായി പോവും. നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കാതെ ഇൻട്രോ ശ്രദ്ധിക്കാതെ നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്പൊ നിന്നൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, കുറച്ച് ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ആദ്യം ഒന്ന് പറയുന്നത്. അതായത് കുറച്ച് പേര് വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും, കുറെ നേരം സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ കാർഡ് എടുക്കാനാണോ, എന്തിനാണ്, അല്ലെങ്കിൽ ഹീലിങ്ങിനാണോ, അല്ലെങ്കിൽ കൗൺസിലിങ്ങിനാണോ, കോഴ്സിൽ ചേരാനാണോ എന്നൊക്കെ ചോദിക്കും. ആദ്യം ഇവരെ വിളിച്ച് കുറെ നേരം സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവര് ഇന്ന കാര്യമാണെന്ന് പറയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ നമ്മുടെ കാര്യം പറയുമ്പോൾ അവര് പറയും ഇത് ഫ്രീ ആണ് എന്നാണ് കരുതിയത്, നിങ്ങൾ എന്താ ഇപ്പൊ പൈസ ചോദിക്കും. നമ്മളിവിടെ ഏതെങ്കിലും ഒരു കാര്യം ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 കാർഡ് റീഡിങ്ങിന് പറഞ്ഞിട്ട് കഴിഞ്ഞ മാസമായിരുന്നു ആ ഓഫർ ഉണ്ടായിരുന്നത്. അത് തീർന്നു. ഞാൻ പറയട്ടെ, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫർ. ആ ഒരു ഓഫർ വെച്ചതിന് ശേഷം എനിക്ക് നല്ല രീതിയിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയിട്ടാണ് ഞാൻ ആ ഓഫർ നിർത്തിയത്. കാരണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ഒരു വഴിപാട് ചെയ്യുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അവിടെ പോയിട്ട് ഓഫർ ഇങ്ങനെ വില പേശിയിട്ട് വാങ്ങിക്കാറുണ്ടോ? അത് മാത്രം ഒന്ന് ആലോചിക്കുക. ഡോക്ടറെ അടുത്ത് പോയിട്ട് ഫീസ് വില പേശിയിട്ട് വാങ്ങിക്കാറുണ്ടോ? അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മളും ചെയ്തു തരുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇന്ന് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വളരെ രസകരമായ കമന്റ്. ഇന്നലത്തെ വീഡിയോയില്, ബ്ലാക്ക് മാജിക്കിന്റെ വീഡിയോയില് ഞാനൊരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഓരോ മാസവും ഞാൻ ഓരോ തരത്തിലുള്ള ഓഫറാണ് വെക്കുന്നത്. അത് ഞാൻ എന്നിലേക്ക് കാർഡ് എടുക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കിട്ടണം എന്നാണ്. ഇപ്പൊ കാർഡ് റീഡേഴ്സ് ഇഷ്ടം പോലെ ആളുകളുണ്ട്, മലവെള്ളം പോലെയാണ് ടാരോ റീഡേഴ്സ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും സമീപിക്കാം, അതിലൊന്നും ഒരു തെറ്റുമില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം എവിടെ നിന്നാണോ കിട്ടുന്നത് അത് നിയോഗം പോലെ ഇരിക്കും. എന്റെയും തന്നെ കിട്ടണം എന്നില്ല. അപ്പൊ അത് കിട്ടിക്കോട്ടെ. പക്ഷെ എന്റെ അടുത്തുനിന്ന് കാർഡ് എടുക്കുന്നവർക്ക് ഒരു സ്പെഷ്യൽ എന്തെങ്കിലും വേണ്ടേ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഓഫർ ഇടുന്നത്. അതിനൊരാൾ താഴെ വന്ന് കമന്റ് ഇട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഓഫർ ഇട്ടതെന്ന്. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഓഫർ വന്നിട്ട്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് അങ്ങനെ മാനസികാവസ്ഥയുള്ള ആൾക്കാരായിരിക്കും, നമ്മളത് മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും എന്തൊരു കാര്യം നല്ലത് ചെയ്താലും അതിൽ വന്ന് നെഗറ്റീവ് ഇടുന്നത് അവർക്കൊരു ഹരമാണ്. മാനസിക രോഗം എന്നല്ലാതെ ഇതിന് വേറൊന്നും പറയാനില്ല. അങ്ങനെ തന്നെ ഞാൻ ആ വേർഡ് തന്നെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാർ മാനസിക രോഗികൾ എന്നല്ലാണ്ട് എനിക്ക് അവരെ വേറൊന്നും വിളിക്കാനില്ല. ഇനി ഇത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്റെ താഴെ വന്ന് പൊങ്കാലിടരുത്. ഞാൻ അപ്പൊ തന്നെ ബ്ലോക്ക് അടിച്ച് കയ്യിൽ തരും. വേറൊന്നുമില്ല. എനിക്ക് എന്റെ വീഡിയോ കാണണ്ട, നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർ കാണണ്ടെന്നേ ഉള്ളൂ. അല്ലാത്ത നല്ല എനർജി ഉള്ള ആൾക്കാർ എന്റെ വീഡിയോ കണ്ടാൽ മതി, അവർക്ക് കിട്ടിയാൽ മതി. എന്റെ ബ്ലെസ്സിങ്സും ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിലോടുള്ള ബ്ലെസ്സിങ്സും എന്ന് ഞാൻ കരുതും. അത്രേ ഉള്ളൂ. ചില ആൾക്കാരുണ്ട് എന്ത് നല്ലത് ചെയ്താലും അതിന്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ ബാഡ് കമന്റ് ഇടുക. അത് അവരുടെ ഒരു ശൈലി, അല്ലെങ്കിൽ അവർ വളർന്ന സാഹചര്യം അങ്ങനെ ആയിരിക്കും, വളർത്തു ദോഷം എന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, അത് കഴിഞ്ഞ് അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവുമായിരിക്കും. വാട്ടവർ. ഓക്കെ, അപ്പോ ഇനി ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമ്മള് കാർഡ് റീഡിങ്ങിലേക്ക് കിടക്കാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ റീഡിംഗ് ആവണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ്. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതില് നമുക്കിപ്പോ പറയുകയാണെങ്കിൽ അവിടെ നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ പോയ ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അവിടെ നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ ആഗ്രഹിച്ച രീതിയിലല്ല അവരുടെ ലൈഫ് പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് പറയാൻ കാരണം ഞാൻ മുമ്പും പറഞ്ഞ പോലെ, ഞാൻ ഈ മുമ്പും പറഞ്ഞ പോലെ എന്ന് പറയുന്ന വാക്ക് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വെക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇത് കൊണ്ട്, അതിന് വേറെ വാക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കരെ പച്ച എന്നുള്ളൊരു രീതി കണ്ടിട്ട് പോയതായിരിക്കും. മേ ബി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടായിരിക്കും അവർ പോയിട്ടുണ്ടാവുക. അപ്പോ ന്യായം എവിടെയാണോ അവിടെ ഈശ്വരൻ ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അന്യായത്തില് കുറച്ചു നേരമൊക്കെ അത് സഹിക്കും, അല്ലേ?
എന്താ പറയാ, കുറച്ചു നേരം ആ കളി ഭഗവാൻ ഒന്ന് കണ്ടുകൊണ്ടിരിക്കും. കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അതിനെ നിഗ്രഹിക്കും. നിഗ്രഹിക്കുക പറഞ്ഞാൽ അത് ഇല്ലാതെ ആക്കും, അല്ലാണ്ട് ശിക്ഷിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. ഭഗവാൻ എല്ലാവരും, അജാമിളൻ പോലും, അജാമിളന് പോലും ലാസ്റ്റ് നിമിഷം മോക്ഷം കൊടുത്ത ആളാണ്. ഒരു തവണ ജീവിതത്തിൽ ഒരേ ഒരു തവണ നാരായണ എന്നേ വിളിച്ചിട്ടുള്ളൂ. അത് അദ്ദേഹത്തിന്റെ മകന്റെ പേരായിരുന്നു. എന്നിട്ട് പോലും ഭഗവാൻ അജാമിളന് മോക്ഷം കൊടുത്തു. അപ്പോ ദുഷ്ടന്മാരെ പോലും സംരക്ഷിക്കുന്ന ആളാണ് ഭഗവാൻ. അത് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അവരെ അങ്ങനെ നിഗ്രഹിക്കുകയൊന്നുമില്ല, പക്ഷെ അവർക്ക് തെറ്റ് മനസ്സിലാക്കി കൊടുക്കും. നിങ്ങൾക്ക് അത്രയല്ലേ വേണ്ടുള്ളൂ. നിങ്ങൾ ഒരിക്കലും അവർ നശിച്ചു പോകണമെന്ന് പ്രാർത്ഥിക്കരുത്. അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ വരുള്ളൂ, തിരിച്ചടിയായിട്ട് വരുള്ളൂ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നല്ല രീതിയിൽ, ഇപ്പൊ എനിക്ക് ഇവിടെ വരുന്ന എനർജി പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വരണോ അവരുടെ അടുത്തേക്ക് പോകണോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങൾ വിചാരിക്കുന്ന നിമിഷം പെട്ടെന്ന് മൈൻഡ് ഡൈവേർട്ടായിട്ട് അങ്ങോട്ട് ചായും. മനസ്സിലായോ? ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്ന് നല്ല രീതി. കാരണം ഇവിടെ അല്ല, ഇതല്ല ഞാൻ വിചാരിച്ച കാര്യം, പഴയത് തന്നെ ആയിരുന്നു, നിങ്ങളെ തന്നെയാണ് അവർക്ക് വേണ്ടത്. പക്ഷെ എന്തോ ഒരു അപ്പോഴും ഒരു തടസ്സം അവിടെ വരുന്നുണ്ട്. അപ്പോഴും ഒരു തടസ്സം അവിടെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വേറൊന്നുമില്ല, ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സംഭവം തന്നെയാണ് തടസ്സം. ബ്ലാക്ക് മാജിക് എന്നുള്ളൊരു വീട് തന്നെയാണ് അവിടെ വരാനുള്ളത്. അതിപ്പോ ബ്ലാക്ക് മാജിക് പറഞ്ഞ കൂടോത്രം നമ്മളിപ്പോ പണ്ടൊക്കെ ചെയ്യുന്ന പോലെ മുട്ടയിലോ അതിലോ ഇതിലൊന്നും ചെയ്യണമെന്നില്ല. ഒരു മനസ്സറിഞ്ഞൊന്ന് അങ്ങനെ വിളിച്ചപേക്ഷിക്കുക എന്നൊക്കെ പറയല്ലോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നാലും ചിലപ്പോ അതിന് വാക്കിന് നല്ല പവറുണ്ട്. അത് നല്ല രീതിയിൽ പറഞ്ഞാൽ നല്ലത് കിട്ടും, വേണ്ടാത്തത് ഉച്ചരിച്ചാൽ വേണ്ടാത്തത് കിട്ടും. പക്ഷെ ഇങ്ങനെ ബ്ലാക്ക് മാജിക് ആയാലും വിളിച്ചപേക്ഷിച്ചതായാലും ലാസ്റ്റ് അതിന്റെ എനർജി ഈ ചെയ്ത ആൾക്കാർക്കേ പോവുള്ളൂ എന്നുള്ളതാണ് സത്യം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും, എന്ത് കടുംകെട്ട് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ അവർക്കുള്ളതാണ് അവസാനം. ക്ലിയർ ആയോ? കുറുക്ക് വഴിയിലൂടെ എന്ത് നേടാൻ ശ്രമിച്ചാലും അതൊന്നും ശാശ്വതമല്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ അങ്ങനെ നേടാൻ ശ്രമിച്ചതല്ല, നിങ്ങൾ ഇങ്ങോട്ട് തേടി വന്നതായിരിക്കും. പകുതിയിലധികം ആളുകളുടെയും അവരിങ്ങോട്ട് തേടി വന്നതായിരിക്കും. എന്നിട്ട് ചവർ പോലെ വലിച്ചെറിഞ്ഞ് മിണ്ടാതെ പോയി. അതല്ലേ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും സന്തോഷത്തിൽ ജീവിച്ച, എല്ലാ തരത്തിലും ഹാപ്പി ആയിട്ട് ഈ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നുള്ള രീതിയിൽ ജീവിച്ച ആള് പെട്ടെന്ന് ഒരു ദിവസം മിക്കവാറും നോ കോണ്ടാക്ട് ആയിട്ട് പോയതായിരിക്കാം. ഒരു ഉത്തരം പോലും പറയാതെ ഇപ്പൊ വരാ എന്ന്. നിങ്ങൾക്ക് ചിലപ്പോ അറിയില്ലായിരിക്കും അവര് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവുകയാണ് എന്ന്. അങ്ങനെ പിന്നെ വിളിക്കാതെയോ സംസാരിക്കാതെയോ ഒക്കെ ഇരിക്കുമ്പോഴായിരിക്കും അപ്പോഴും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അവരുടെ തിരക്കും ഉണ്ടായിരിക്കും. നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തില്ല അപ്പോഴും, കാരണം നിങ്ങൾക്ക് അവർ അത്രയും സ്നേഹമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തില്ല. വിളിക്കാതിരിക്കുമ്പോഴേ നിങ്ങൾ എന്താ കരുതുന്നത്, വേറെ എന്തെങ്കിലും സാഹചര്യത്തിൽ പെട്ടുപോയതായിരിക്കും, തിരക്കി പെട്ടുപോയതായിരിക്കും എന്നൊക്കെ നിങ്ങൾ സ്വയം സമാധാനിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അവരൊരിക്കലും നിങ്ങൾ കുറ്റപ്പെടുത്താൻ ആദ്യകാലങ്ങളിലൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പോകെയാണ് സത്യം മനസ്സിലാവുമ്പോഴാണ് ചീറ്റിംഗ് ചെയ്യപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും കുറച്ച് സമയം വൈകി പോയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോ ഈ ഒരു ക്യൂനോഫാൻസ് എന്ന് പറയുന്നത് എനിക്ക് ആ ഒരു മറ്റേ രീതിയിലുള്ള ഒരു എനർജി തന്നെയാണ് എനിക്കിപ്പോ പറയാനുള്ളത്. നിങ്ങൾ ഇപ്പോ ആ ഒരു വ്യക്തി ചിലപ്പോ എബ്രോഡ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നത്, നിങ്ങൾക്കൊന്ന് യാത്ര ചെയ്ത് പോകേണ്ട ദൂരത്തിലായിരിക്കും ഇപ്പൊ അവര് പകുതിയിലധികം ആൾക്കാരുടെ എനർജിയിൽ ഇരിക്കുന്നത്. എന്താ, യാത്ര ചെയ്ത് പോകും, വീടിന്റെ അടുത്തൊന്നും ആവാൻ സാധ്യതയില്ല. നിങ്ങളെയൊക്കെ വീട് ഒരേതായിരിക്കും, ഒരേ സ്ഥലത്ത്, ഒരേ ജില്ലയിൽ, ഒരേ പഞ്ചായത്തിൽ തന്നെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ നിലവിൽ അവര് ഒന്ന് വേറെ എവിടെയോ വേറിട്ട് ജോലി സംബന്ധിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംബന്ധിച്ചിട്ട് അവര് നിങ്ങളിൽ നിന്ന് കുറച്ച് അകന്നു പോയിട്ടുണ്ടാവും. ആ അകൽച്ച, ചിലവർ പറയില്ലേ കണ്ണകന്ന മനസ്സകന്നു എന്ന് പറയില്ലേ, ആ ഒരു കണ്ണകലൽ അകൽച്ച മനസ്സിനും ഒരു അകൽച്ച വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. എത്ര ദൂരെ ഇരുന്നാലും നിങ്ങളുടെ ഒരു ശബ്ദം കേൾക്കാതെ അവർക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു ഒരു കാലത്ത്. നിങ്ങളൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹായ് മെസ്സേജ് ഇല്ലാതെ അവർക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാത്ത ഒരു സമയം ഉണ്ടായിരുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരുന്നിരിക്കും. അവരുടെ ഒരു മെസ്സേജ് പോലും കാണാതെ നിങ്ങൾക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക. അവരുടെ മെസ്സേജ് എപ്പോഴാണോ നിങ്ങൾക്ക് വരുന്നത് അന്ന് മുതലായിരിക്കും നിങ്ങളുടെ ലൈഫ് തുടങ്ങുക. അതിപ്പോ നട്ടുച്ചയ്ക്കാണ് അവർ ആദ്യത്തെ മെസ്സേജ് അയക്കണമെങ്കിൽ ആ സമയം മുതലായിരിക്കും നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക, അന്നത്തെ ദിവസത്തെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഇരുന്നൊരു വ്യക്തി ഒരു തരത്തിലും ഒരു ക്ലൂ പോലും തരാതെ പെട്ടെന്ന് അങ്ങനെ അപ്രത്യക്ഷമായി. അങ്ങനെയാണ് ഇവിടെ കൂടുതൽ സംഭവം. അപ്പൊ നിങ്ങളിപ്പോ ചിലപ്പോൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് നിങ്ങൾ അവരുടെ പിന്നാലെ പോയിട്ടുണ്ടാവും. ഏതാണോ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ പോയി അന്വേഷിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അവിടുന്ന്
നിങ്ങളെ കളിയാക്കി വിട്ടണം, ഇറക്കി വിട്ടണം, ചിലരുടെയെങ്കിലും ദേഹോപദ്രവം വരെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോഴും നിങ്ങൾ അവരുടെ അടുത്തുള്ള സ്നേഹം കൊണ്ട് സാരമില്ല, എന്റെ ഉടലെണ്ണനിക്ക് ഉയരെണ്ണനിക്ക് എന്നൊക്കെ പറയണത് പോലെ ആ ഒരു രീതിയിൽ നിന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു വേർഡ് ഉപയോഗിച്ച് പറഞ്ഞ ഞാൻ ഫെമിനിസ്റ്റ് ആണെന്ന് ഇനി എന്നെ മുദ്ര കുത്തരുതേ. ഞാൻ ആ ഒരു ഇത് ആലോചിച്ച് പറഞ്ഞ ആ ഒരു എന്താ പറയാ പാണ്ടിപ്പടയിൽ പറയുന്ന പോലെ ആ ഒരു ഡയലോഗ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷെ നിങ്ങളിപ്പോ ഫോക്കസ് ചെയ്യേണ്ടത് സമ്പാദ്യത്തിലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും. നിങ്ങളൊരു പുതിയൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ടായിരിക്കും നിങ്ങളെ മേ ബി ഇപ്പൊ ഈ ഒരു സപ്രഷനിൽ നിർത്തിയിട്ടുണ്ടാവുക. അപ്പൊ യൂണിവേഴ്സ് തീരുമാനിച്ച ആ ഒരു കാര്യം കർമ്മം നിങ്ങൾ ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങളിലേക്ക് അവർ വരിക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ആ ഒരു രീതി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ നിങ്ങളിപ്പോ മനസ്സിൽ പറയും അവയില്ലാണ്ട് ഞാൻ മാത്രം രക്ഷപ്പെട്ടിട്ട് എന്തിനാ എന്ന് വിചാരിക്കും. പക്ഷെ ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റെബിലിറ്റി ആവണം. ഒരുപാട് പേര് റീഡിങ്ങിന് വേണ്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരയ്ക്കും കോൾ ഉണ്ടാവും കേട്ടോ എനിക്ക്. പക്ഷെ മിക്കവാറും ആളുകൾക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ അതൊന്ന് നിങ്ങൾ മറികടക്കണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. 10 രൂപയെങ്കിൽ 10 രൂപ, ഒരു 100 രൂപയാണ് ഡെയിലി കിട്ടുന്നതെങ്കിൽ ആ 100 രൂപ നിങ്ങൾക്ക് അസറ്റാണ്. വലിയ പൈസ വേണം എന്നൊന്നും അല്ല. സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു രീതിയിൽ തുടങ്ങി നിങ്ങൾക്ക് അത് നല്ല രീതിക്ക് കൊണ്ടുപോകാം. ലേഡീസ് ആണെങ്കിലും അതെ, ജെന്റ്സ് ആണെങ്കിലും അതെ, സ്വന്തമായിട്ട് വരുമാനം എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന വേറൊരു കാര്യമുണ്ട്, ഇപ്പോഴും അവരോട് നല്ല സ്നേഹത്തിലാണോ ഇരിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന് വരുന്ന ആൾക്കാർ മിക്കവാറും എന്റെ പേഴ്സൺ അവരുടെ കൂടെ പോയിട്ട് അവരുടെ കൂടെ സന്തോഷത്തിലാണോ ഇരിക്കുന്നത്, അവർക്ക് ഇപ്പോഴും സ്നേഹമാണോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ അവിടെ നിൽക്കുന്ന ആ വ്യക്തി ഇവരെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തി നിങ്ങളുടെ പേഴ്സൺ അടിമയാണ്, അത് മനസ്സിലാക്കുക. അപ്പൊ അവരെ സ്നേഹിച്ചേ പറ്റുള്ളൂ. കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങളെ പണി ഇതാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. അവിടെ പോയി സ്നേഹിക്കാതെ നിൽക്കാൻ വയ്യ. അപ്പൊ കിട്ടിയതിന് ഏറ്റവും നല്ല സ്നേഹമാണെന്ന് നിങ്ങളെ മറക്കാൻ വേണ്ടിയിട്ട് അവരെ സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കുകയായിരിക്കും. ചിലപ്പോ ഉള്ളിനുള്ളിൽ അവർക്ക് സ്നേഹം ഉണ്ടെങ്കിലും അവിടെ നിൽക്കുന്ന വ്യക്തിക്ക് അത് ഇയാള് കൊടുക്കുന്ന പോലെ 100% സ്നേഹം അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല. ഇയാള് എന്ന് പറഞ്ഞ് ഞാനിപ്പോ ബഹുവചനം അല്ല, സോറി, ഒന്നെങ്കിൽ സ്ത്രീലിംഗം അല്ലെങ്കിൽ പുല്ലിംഗം അല്ലേ വെക്കാൻ പറ്റുള്ളൂ. ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു ഇത് വെക്കാൻ നമുക്ക് അങ്ങനെ പറയുമ്പോൾ പറ്റില്ല. ശരി, ഇന്ന് ഇവരെന്നുള്ള വേർഡ് വെക്കാം. ഓക്കെ, അപ്പൊ ഇവര് കൊടുക്കുന്ന സ്നേഹം, അതായത് നിങ്ങളുടെ പേഴ്സൺ കൊടുക്കുന്ന സ്നേഹം ആ വ്യക്തി ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷെ എന്നിരുന്നാലും ഇവരുടെ വാശി കൊണ്ട് എന്ത് ചെയ്യും, അത് അവരെന്നെ സ്നേഹിക്കുകയാണെന്ന് ഇവര് വെറുതെ മനക്കോട്ട കെട്ടിയിട്ട് അവരെ തിരിച്ച് സ്നേഹിക്കാൻ നിൽക്കും. എന്നാലും നിങ്ങളുടെ അടുത്ത് വരില്ല എന്നുള്ള രീതിയിൽ. കാരണം നിങ്ങളെ പണി തന്നിട്ടാണല്ലോ പോയത്. അപ്പൊ ഇങ്ങോട്ട് ഒരു ഉളുപ്പില്ലാണ്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പോ അങ്ങനെയാണ് അവരവിടെ നിൽക്കുന്നത് എന്ന് മാത്രം മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തോ ഒരു ദേവിയുടെ ചൈതന്യത്തിലൊരു കുറവ് വന്നിട്ടുണ്ട്, ദേവിയുടെ നോട്ടത്തിൽ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ തോന്നുന്നു. നിങ്ങളിപ്പോ ഉപാസകരായിരിക്കാം, ദേവിനെ ജപിക്കുന്നവരായിരിക്കാം. പക്ഷെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ വഴിപാട് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക. സമസ്ത അപരാധം പറഞ്ഞ് അവിടെ പിടിപ്പണം കൊണ്ട് സമർപ്പിക്കുക. നിങ്ങൾ മറന്നതായിരിക്കില്ല, നിങ്ങൾ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ട്. അപ്പൊ ദേവിയുടെ ഒരു നോട്ടക്കുറവ് നിങ്ങളിൽ ഇപ്പൊ ഈ കാണുന്ന വ്യൂവേഴ്സിൽ കുറച്ച് പേർക്ക് ഉണ്ട് എന്നാണ് എനിക്ക് വരുന്ന മെസ്സേജ്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക, അലേർട്ടായിട്ടിരിക്കുക. പിന്നെ ഇനി നിങ്ങൾ വിഷമിച്ചിട്ട് അത്രയും വിഷമത്തിന്റെ അങ്ങേ തല കണ്ടു കഴിഞ്ഞു, നിങ്ങൾക്ക് എന്താ പ്രാർത്ഥിക്കുക അല്ലാതെ, രാത്രിയും പകലും പ്രാർത്ഥിക്കുക അല്ലാതെ, നിങ്ങൾ ചിലപ്പോൾ പണ്ടൊന്നും അമ്പലത്തിൽ പോകലോ അല്ലെങ്കിൽ പ്രോപ്പർ പ്രയർ കൊണ്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരോ ഒന്നും ആയിരുന്നിരിക്കില്ല. ജസ്റ്റ് പോകും, ഉത്സവങ്ങൾക്ക് പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിനു വേണ്ടി പോകും, അങ്ങനെ ആയിരുന്നിരിക്കും. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഇനി വിളിക്കാത്ത ദൈവങ്ങൾ ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ ദൈവങ്ങളെ ശപിക്കുന്നുണ്ടാവും. എന്നെ മാത്രം എന്തിനാണ് ഇങ്ങനെ തെരഞ്ഞെടുത്ത്, എന്നെ മാത്രം. ദൈവങ്ങൾക്ക് കേൾക്കാത്ത പഴിയും ഉണ്ടാവില്ല ഇനി വേണമെങ്കിൽ നിങ്ങളുടെ വായിന്ന്. ആ ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ ഇപ്പൊ കടന്നു പോകുന്നത്. പക്ഷെ ഒന്ന് ആലോചിക്കുക, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ പണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ എഴുതി വെച്ചിട്ടാണ് ഇങ്ങോട്ട് വിടുന്നത്. അപ്പൊ ഇതൊക്കെ ഈ ഘട്ടത്തിൽ കൊണ്ട് നിങ്ങൾ അനുഭവിച്ചേ പറ്റുള്ളൂ. കലികാലമാണ്. അപ്പൊ ഏറ്റവും നല്ലത് നാമജപമാണെന്ന്
ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഏത് മതത്തിനെയാണോ വിശ്വസിക്കുന്നത് ആ മതത്തിന്റെ നാമജപം മുറുകെ പിടിക്കുക, വിശ്വാസം ഒരിക്കലും കളയാതിരിക്കുക. ഇനി നിങ്ങൾ വിശ്വാസികളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ വിശ്വാസം ഇല്ലായ്മ നിങ്ങളെ രക്ഷിക്കട്ടെ, ഈശ്വരവിശ്വാസം ഇല്ലായ്മ നിങ്ങളെ രക്ഷിക്കട്ടെ. വിശ്വാസികളാണെങ്കിൽ തീർച്ചയായും ഈ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ അവരഥവാ ഇനി വരികയാണെങ്കിൽ കൂടെ ഒന്ന് ആലോചിച്ചും കണ്ടും മാത്രം നിങ്ങൾ അവരെ കൂടെ കൂട്ടുക. അതാണ് എനിക്കിപ്പോ ഈ കാർഡ് കോമ്പിനേഷനിൽ ഫൈനലായിട്ട് തരാനുള്ള ഒരു മെസ്സേജ്. അവര് ചിലപ്പോ കറങ്ങി തിരിഞ്ഞ് ദേ വന്നു നിങ്ങളുടെ മോൻ എന്ന് പറയുന്ന പോലെ ചാടിത്തുള്ളി വരാനുണ്ട് സാധ്യത. ഇപ്പോഴല്ല, ഒരു 7 മാസം അല്ല ഒരു 6 മാസത്തിന് ശേഷം 6 മാസത്തിന് ശേഷം ചാടിത്തുള്ളി വരാനുള്ള സാധ്യത കണ്ടു. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അയ്യോ ഇനിയും 6 മാസം അവരെ കാണാതിരിക്കണോ എന്ന് ആലോചിക്കാം. ഞാനൊരു ചുരുങ്ങിയ സമയം പറഞ്ഞു, ഒരു ലോങ് സമയം പറഞ്ഞു എന്നേ ഉള്ളൂ. മേ ബി അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം, 6 മാസത്തിനുള്ളിലാവാം, 6 മാസത്തിന് ശേഷമാവും. എന്നാലും ഒരു 6 മാസത്തെ കണക്കാണ് ഞാൻ പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അത് കഴിഞ്ഞിട്ട് അവർ വരുന്ന സമയത്ത് ചിലപ്പോൾ 6 ദിവസമായിരിക്കാം, ചിലപ്പോൾ 6 ആഴ്ചയായിരിക്കാം. ഓക്കെ, ആ സമയത്ത് അവർ വരുന്ന സമയത്ത് നിങ്ങളൊന്ന് അലേർട്ടായിട്ടിരിക്കുക, ആലോചിക്കുക, കേറ്റണോ കേറ്റണ്ടേ, പണി തന്നിട്ട് പോവോ എന്ന് ആലോചിക്കുക. ഇനി നിങ്ങളെല്ലാം പുറത്ത് ക്ഷമിച്ച് അവർ കൂടെ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഓക്കെ, വെൽക്കം. പക്ഷെ എന്നിരുന്നാലും ഇരുതല മൂർച്ചയുള്ള ഒരു വാളിനെയാണ് നിങ്ങൾ കൊണ്ടു നടക്കണമെന്ന് മാത്രം നിങ്ങളൊന്ന് ആലോചിക്കുക. എന്ത് പറഞ്ഞാലും, ഞാനിപ്പോ ഇവിടെ എന്ത് പറഞ്ഞാലും അവരെ പറ്റി ഇങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളെ എഴുതി ഒപ്പിട്ട് തന്നാലും നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം കുറയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇവിടെ വായിട്ടലച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം കുറയില്ല എന്നാണ് എനിക്ക് നന്നായിട്ട് അറിയാം, ഈ കാണുന്ന വ്യൂവേഴ്സ്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് എനിക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. പിന്നെ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് കോണ്ടാക്ട് ചെയ്യുക. ഞാൻ ഓഫർ ഈ മാസം മുഴുവൻ ഉണ്ടാവും. ഏത് ഞാൻ പറഞ്ഞ വശീകരണ മന്ത്രവും അതേപോലെ പ്രൊട്ടക്ഷനും ഞാൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഇന്നൊക്കെ റീഡിങ്ങിന് വന്ന ആൾക്കാർക്ക് ഞാൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞ 2 കാര്യങ്ങൾ ഫ്രീ ആയിട്ട്, വശീകരണ മന്ത്രവും പ്രൊട്ടക്ഷനും ഫ്രീ ആയിട്ട് ഞാൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വീണ്ടും കോണ്ടാക്ട് ചെയ്യാം. കോഴ്സിന് ചേരാൻ താല്പര്യമുള്ളവർ അതിനും ഓഫർ ഇട്ട്, ആ ഓഫർ തീരുമ്പോഴേക്കും, ഈ മാസത്തെ ഓഫർ തീരുമ്പോഴേക്കും ജോയിൻ ചെയ്യുക. പിന്നെ അതേപോലെ കൗൺസിലിംഗ് ലൈഫ് കോച്ചിങ്, അത് ഇപ്പോഴും അതിന്റെ അഡ്മിഷൻ തുടരുന്നുണ്ട്. നിങ്ങൾ എപ്പോഴാണോ ജോയിൻ ചെയ്തത് അത് മുതൽ അടുത്ത മാസം അതേ ഡേറ്റ് വരയ്ക്കും നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോവാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ പറയാനുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇന്ന് പ്രത്യേകത ഉള്ളത് ഗുരുവായൂരപ്പന്റെ ഇടത്തരിയത്ത അമ്മയുടെ താലപ്പൊലിയാണ്, ദേവസ്വം താലപ്പൊലിയാണ്. അപ്പോ എല്ലാവർക്കും ഭഗവാന്റെയും ഭഗവതി അമ്മയുടെയും അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, ഹരേ കൃഷ്ണ, താങ്ക് യു.